ഹായ് ഹലോ എല്ലാവർക്കും യൂസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏട്ടൻ്റെ ഈ ഒരു ഷർട്ടിലാണ് കേട്ടോ. അപ്പോൾ പൊന്നൂസിന് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ഒരു ഷർട്ടിന് കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഞാൻ ഏട്ടന് ഫസ്റ്റത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു. പക്ഷേ 1-2 യൂസ് ചെയ്തപ്പോഴേക്കും കോട്ടൺ ആയതുകൊണ്ട് തന്നെ അത് ചുരുങ്ങിപ്പോയിട്ട് പിന്നെ ഏട്ടന് കറക്റ്റായിട്ടുള്ള ഫിറ്റിംഗ് അല്ലാത്തതുകൊണ്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് അതിൻ്റെ കോളർ ഭാഗവും അതുപോലെ തന്നെ ആ കൈയിൻ്റെ ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഒരു ബോഡി പോർഷൻ മാത്രമാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ സ്കേർട്ടും ടോപ്പുമാണ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താഴെ ഇങ്ങനെ ഒരു കർവ് ഷേപ്പിലായതുകൊണ്ട് ഞാൻ അവിടെ ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പകുതിയിൽ വെച്ചിട്ട് ഞാൻ സ്കേർട്ടിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടത് അത്രയും ഭാഗം വെച്ചിട്ട് നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള ഭാഗമാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു പോർഷനിലാണ് നമ്മൾ ടോപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു മുകൾ ഭാഗത്തുള്ള ആ ഒരു കഴുത്ത് തന്നെ നമുക്ക് മതി എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ആ ഒരു മോഡൽ ഒരു സുഖം തോന്നാത്തതുകൊണ്ട് ഞാൻ പിന്നെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വള്ളി വെച്ചിട്ട് ആ ഒരു അങ്ങനെ കൈ വരുന്ന രീതിയിലാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കൈയിൻ്റെ പോർഷനാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ടോപ്പിൻ്റെ താഴ്ഭാഗത്തേക്ക് കുറച്ച് ഫ്രിൽസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരേ നീളത്തിൽ കുറച്ച് കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പം നമ്മൾ ഒരു കൈ മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളൂ. മറ്റേ കൈ വെച്ചിട്ട് നമുക്ക് വേറെയും കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അപ്പം മാക്സിമം നമ്മൾ ഈ ഷർട്ട് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് ഒരേ നീളത്തിൽ കുറച്ച് കഷ്ണങ്ങൾ പീസുകളും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതൊക്കെ ജോയിൻ ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രില്ല് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലുള്ള പഴയ ഷർട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ കേട്ടോ. പിന്നെ ചെറിയ കുഞ്ഞു മക്കളൊക്കെ ആകുമ്പോൾ അവർക്ക് വല്ലാതെ തുണികളൊന്നും ആവശ്യമില്ലല്ലോ. അധികം ഇറക്കത്തിനും നീളത്തിനും ഒന്നും പീസുകൾ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഷർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മാക്സിമം അവർക്ക് വേണ്ടിയിട്ടുള്ള കിട്ടും. പിന്നെ ഈ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ കുട്ടികളുടെ ഡ്രസ്സ് വെച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഏകദേശം എനിക്ക് അറിയാൻ പറ്റും പൊന്നൂസിന് വേണ്ടിയിട്ട് എത്രത്തോളം വേണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലെവൽ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് പോണത്. ഞാൻ അങ്ങനെ അളന്ന് എടുക്കാറൊന്നുമില്ല. ചില ഡ്രസ്സുകൾ അടിക്കുമ്പോൾ മാത്രം അവൾ ഏതെങ്കിലും ഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ അളവെടുക്കും. ബാക്കിയൊക്കെ ആയിട്ട് നമ്മൾ ഇതാക്കും. അപ്പോൾ ഇത് സ്കേർട്ടിനും മറ്റേ ടോപ്പിനും വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്ത സ്റ്റിച്ചിങ് പരിപാടിയാണ്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ബട്ടൺസ് വരുന്ന ഈ ഒരു ഫ്രണ്ട് ഭാഗം നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതിങ്ങനെ തുറന്ന് നിൽക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മുകൾ ഭാഗം ഒന്ന് മടക്കി അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിന് ആ ഒരു വള്ളി വെക്കുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ കെട്ടിക്കൊടുക്കുന്ന വള്ളിയാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് ബോറായിട്ട് തോന്നുമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഞാൻ അല്ലാതെ ജോയിൻ ചെയ്തിട്ടുള്ള വള്ളിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നമ്മൾ കഴുത്തിൻ്റെ ആ ഒരു സൈഡ് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 2 സൈഡും കൂട്ടി കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കൈയൊക്കെ അടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് മുന്നേ ആയിട്ട് നമുക്ക് താഴെയുള്ള ഫ്രിൽസ് അതിന് വേണ്ടിയിട്ട് അടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ പീസുകളൊക്കെ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു സൈഡ് നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റേ സൈഡ് നമ്മളവിടെ ഫ്രിൽസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് 2 പീസായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പീസ് നമ്മൾ ഫ്രണ്ടിൽ ഫ്രിൽസ് വെച്ചെടുക്കുന്നു, മറ്റേ പീസ് ബാക്കിലും ഫ്രിൽസ് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നതിലും കാട്ടി നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഭയങ്കര സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള അധികം ടൈം എടുക്കാത്ത രീതിയിലുള്ള എളുപ്പപ്പണി മാത്രമേ ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുള്ളൂ. കാരണം ഇതൊക്കെ നമ്മൾ അധികം ദിവസം ഇടുമെന്ന് എനിക്കറിയില്ല, പൊന്നൂസ് എത്ര ദിവസം ഇടുമെന്നുള്ളതും അറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഉപകാരങ്ങളുണ്ട് എന്നുള്ളത് കാണിക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ പൊന്നൂസിന് കംഫർട്ടായിട്ടുള്ള ടൈപ്പുള്ള ഡ്രസ്സുകൾ മാത്രമാണ് സ്റ്റിച്ച് ചെയ്യാറ്. അപ്പോൾ അല്ലാത്ത പക്ഷം അവളത് ഇടൂല. അപ്പോൾ പിന്നെ നമ്മൾ അത്രയും നേരം കഷ്ടപ്പെട്ടത് വെറുതെ ആവും എന്നുള്ള ആ ഒരു മൈൻഡ് കൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമേ സ്റ്റിച്ച് ചെയ്യാറുള്ളൂ. ഇനി ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പീസ് എന്തിനുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈൻ്റെ അവിടെ വെക്കാനുള്ള ആ ഒരു വള്ളിയാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ ജസ്റ്റ് സൈഡ് കൂട്ടി കൊടുത്തതാണ് ചെയ്തത്. ഇനി പിന്നി വെച്ചിട്ട് നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടിച്ച ഭാഗം ഉള്ളിലേക്ക് പോകും. അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ 2 പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ 2 ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നമ്മളൊന്ന് സൈഡ് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സൈഡ് കൂട്ടിയതിന് ഫ്രിൽസൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ട്. സൈഡ് കൂട്ടിയതിന് ശേഷമാണ് ഇനി നമ്മൾ കൈയിൻ്റെ ആ ഒരു പോർഷന് നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 2 ഭാഗം ഒരുമിച്ച് മടക്കി അടിച്ചാൽ ഈസി ആയിരിക്കും. അപ്പോൾ 2 സൈഡും നമ്മളിതുപോലെ കൂട്ടിയിട്ട് കൈ മടക്കി അടിച്ചു കൊടുക്കുക. ലാസ്റ്റായിട്ട് വരുന്നത് നമുക്ക് ആ ഒരു കൈൻ്റെ വള്ളിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഈസി ആയിട്ട് ഫിനിഷ് ആവും കേട്ടോ.
അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ പരിപാടി ഏകദേശം തീരാറായിട്ടുണ്ട്. എന്നെപ്പോലെ തന്നെ എല്ലാ അമ്മമാർക്കും അവരവർ അടിക്കുന്ന ആ ഡ്രസ്സ് മക്കളിട്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമായിരിക്കും. അത് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രസ്സ് ഇടുന്നതിനെക്കാട്ടിലും നമ്മളടിച്ച ഡ്രസ്സ് മക്കളിട്ട് നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതുപോലെ ആയിരിക്കും എന്ന് വിചാരിക്കുന്ന എല്ലാവരും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ പീസായാലും അതിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലുമൊക്കെ അടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാറുണ്ട്. നമ്മൾ ഡ്രസ്സ് അടിച്ചതിൻ്റെ ബാക്കി പീസ് വരുന്ന സമയത്തോ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പം അതുപോലെ എനിക്ക് കുറേ നാളായിട്ട് ഞാൻ ഈ ഒരു ഷർട്ടിനെ കൊണ്ട് അടിക്കുമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് എനിക്ക് സ്കേർട്ടും ടോപ്പും അടിക്കാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കൈയിൻ്റെ ആ ഒരു വള്ളി നമ്മൾ വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബോക്സ് പോലെ ആയിട്ടാണ് നമ്മളവിടെ ആ ഒരു പീസ് അവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 സൈഡും ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടോപ്പിൻ്റെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് അടിച്ചു കൊടുക്കാം. സ്കേർട്ടിൻ്റെ താഴ്ഭാഗം നമ്മൾ നേരത്തെ അതിന് വേണ്ടിയിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പീസിൻ്റെ താഴ്ഭാഗം നമ്മൾ ലെവലാവാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ താഴ്ഭാഗം നമ്മളൊന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഫ്രണ്ടിലുള്ള ആ ബട്ടൺസ് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ അവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ സ്കേർട്ടിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഒരു ഗ്യാപ്പ് വരില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കേർട്ടിന് അലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലാസ്റ്റിക് ആദ്യം 2 നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 അറ്റവും കൂടെ കൂട്ടിയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വക്ക് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചിട്ട് ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് മാക്സിമം വലിച്ച് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു പീസ് ഒതുങ്ങി കിട്ടണം. അതിന് വേണ്ടിയിട്ട് അത്രയും മാക്സിമം വലിച്ച് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു വക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് അടിക്കുന്നുള്ളൂ. അതിനുശേഷം ഒരു മടക്കം കൂടെ മടക്കി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കേർട്ടിൻ്റെ ആ ഒരു അരഭാഗം സെറ്റാവും. അപ്പോൾ ഇങ്ങനെ അടിക്കാനാണ് എനിക്കൊന്നും കൂടി കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ചിലർ നമ്മൾ പട്ട വെച്ച് അടിക്കും പോലെ ഒരു മടക്കി അടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ അലാസ്റ്റിക് വെച്ചിട്ട് ജോയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തോന്നിയത് ഇങ്ങനെയാണ്. എന്തുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്റ്റിച്ചിങ് ഒന്നും ഭയങ്കരമായിട്ട് അറിയുന്ന ആളൊന്നുമല്ല. ഞാൻ ഇതുപോലെ യൂട്യൂബൊക്കെ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് പഴയതൊക്കെ അഴിച്ചു നോക്കിയിട്ടൊക്കെയാണ് സ്റ്റിച്ചിങ് കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മോക്കും അതുപോലെ തന്നെ എനിക്കൊക്കെയുള്ള ഡ്രസ്സ് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അല്ലാതെ വല്ലാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാമല്ലോ. വീഡിയോ വല്ലാതെ ലാഗ് അടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ കുറച്ച് സ്പീഡിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്കേർട്ടും ടോപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഹെയർ ബാൻഡിനുള്ള കുഞ്ഞു ബോയും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ചതുരത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി ബോക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഫ്രിൽസും കൂടെ ആക്കിയിട്ട് നൂല് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ഒരു ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗമ്മ് വെച്ചിട്ട് നമുക്കൊരു ഹെയർ ബാൻഡിൻ്റെ ഒരു വള്ളിയിൽ നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ എല്ലാ പരിപാടികളും തീർന്നിട്ടുണ്ട്. ഒരു ഹെയർ ബാൻഡും സ്കേർട്ടും ടോപ്പും കൂടെ നമ്മൾ ഈ ഒരു ഷർട്ടിൽ നിന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പൊന്നൂസ് ഇട്ടിട്ടുള്ള ആ ഒരു ലുക്കും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ടോപ്പിൽ എൻ്റെ ചുരിദാറിൻ്റെ ഒരു ഹാങ്ങിങ് കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് പൊന്നൂസ് ഇട്ടിട്ടുള്ള ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ലവ്, ബൈ.